വർഷകാലത്താണ് ഈ പ്രചരണമെങ്കിലും ഇതുവരെ മഴ ബാധിച്ചിട്ടില്ല. ഇന്നു മുതൽ എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഏത് പ്രതികൂല കാലാവസ്ഥ മഴക്കാലമൊക്കെ ആണെങ്കിലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഹർഷാരവത്തോടു കൂടിയാണ് പ്രചരണം നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട്, ഈ ഒരു കാലത്തുമില്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ തിരയിളക്കം നിലമ്പൂരിൽ നടക്കുന്നു എന്നതാണ്. അതിന്റെ കൃത്യമായ സൂചനകളൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടാവും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഒരു വലിയ ഭൂരിപക്ഷം പുതുപ്പള്ളിയിൽ, തൃക്കാക്കരയിൽ, പാലക്കാട്, നിലമ്പൂർ ആവർത്തിക്കും. പാർട്ടിയുടെ പിന്തുണയ്ക്ക് പിന്നാലെ കത്തോലിക്ക കോൺഗ്രസും ഒപ്പം തന്നെ സമസ്ത അനന്തപുര വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്. അതൃപ്തി അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും ഞാൻ വാസ്തവത്തിൽ വാർത്തകളൊന്നും കാണാനും കേൾക്കാനും ഒന്നും സമയമില്ല. ഇത് എന്തായാലും പിന്നെ ഒരൊറ്റ കാര്യം ഇതിലുള്ളത്, എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളും ഒരുമിച്ച് നിന്ന് പിന്നെ ഈ കേരളത്തിലെ 9 വർഷത്തെ ഈ അവസ്ഥയെ, അതേപോലെ ദേശീയ തലത്തിലാണെങ്കിലും വർഗീയ ഫാസിസം മുന്നോട്ട് വെക്കുന്ന അജണ്ടകളെ എതിർക്കാൻ, അതിന്റെ ജാതി മത ഭേദമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. അത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടതാണ്, 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, അത് 2025 പ്രിയങ്ക ഗാന്ധിയുടെ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അത് ഈ ഒരവസ്ഥയിൽ ഇന്ന് ഏറ്റവും അഭികാമ്യമായ കാര്യം ഈ എല്ലാവരും ഇന്ന് ഇന്ത്യയിലെ ഭീഷണിയായ വർഗീയ ഫാസിസത്തെ എതിർക്കുക എന്നുള്ളതാണ്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു പിന്തുണ എല്ലാവരുടെ ഭാഗത്തും ലഭിക്കുന്നു. പ്രിയങ്ക ഗാന്ധി വരുന്നു, മുഖ്യമന്ത്രി വരുന്നു, അങ്ങനെ ഇനി അങ്ങോട്ട് ആവേശകരമായ പോരാട്ടത്തിന്റെ ദിവസങ്ങളാണ്. തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി വരുന്നു എന്ന് പറയേണ്ട കാര്യമല്ല. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെ MP ആണ്. പിന്നെ അതത്രേ ഉള്ളൂ. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെ MP ആണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് പോകുന്ന പതിവില്ല അവർക്കൊന്നും. അങ്ങനെയല്ല, പ്രിയങ്ക ഗാന്ധി പിന്നെ തീർച്ചയായും പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കൊടുത്ത നിയോജകമണ്ഡലമാണിത്. അതായത് പ്രതിപക്ഷത്ത് ഇരുന്നിട്ട് പോലും, ഒരു പ്രതിപക്ഷ MLA ഇവിടെ ഉണ്ടായിട്ട് പോലും പ്രിയങ്ക ഗാന്ധിക്ക് 65,000 ചില്ലാനം ഭൂരിപക്ഷം കൊടുത്ത മണ്ഡലമാണ്. അപ്പൊ അതിന്റെ ഒരു സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരും. അത് സ്വാഭാവികമാണ്. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയോട് കാണിക്കുന്നൊരു വലിയ സ്നേഹം ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ പ്രിയങ്ക ഗാന്ധിയോട് കാണിക്കുന്നൊരു സ്നേഹം വളരെ വ്യക്തമാണ്. ആ കാരണം ആ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടത്. ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അല്ല, നമ്മൾ പറയുന്നത് പിന്നെ പ്രിയങ്ക നേടിയ വോട്ട് എന്നല്ല. പ്രിയങ്ക, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ ഇത്ര ഭൂരിപക്ഷം കിട്ടുമെന്ന്? എല്ലാവരുടെയും പ്രചരണവും പ്രവചനവും എന്തായിരുന്നു? പോളിംഗ് ശതമാനം കുറഞ്ഞു, അതുകൊണ്ട് ഭൂരിപക്ഷം ഒരു 2 ലക്ഷത്തിനപ്പുറത്തേക്ക് കടക്കാൻ സാധ്യതയില്ല. എല്ലാ മീഡിയയും പറഞ്ഞതാണ്. പക്ഷേ പോളിംഗ് റിസൾട്ട് വന്നപ്പോൾ എന്താ കണ്ടത്? ഏറ്റവും ചരിത്രപരമായ ഭൂരിപക്ഷമാണ് കൊടുക്കാൻ സാധിച്ചത്. ഒരു വലിയ ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാവും. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലും PC വിഷ്ണുവൊക്കെ ഒരു വീഡിയോ പ്രചാരണത്തിന്റെ ഭാഗമായി ഇറക്കുകയും ചെയ്തിരുന്നു. അതിന് മറുപടിയായി LDF പറയുന്നത് 1980 കർഷക തൊഴിലാളി പെൻഷൻ ഇടതുപക്ഷം കൊണ്ടുവന്നപ്പോൾ അതിനെ K കരുണാകരനെ എതിർത്ത് തന്നെ നിയമസഭാ രേഖകളാണ് അവർ പുറത്തുവിടുന്നത്. എനിക്ക് പറയാനുള്ളത്, കർഷക തൊഴിലാളി പെൻഷൻ കൊണ്ടുവന്ന തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഭവനത്തിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലായോ? കർഷക തൊഴിലാളി പെൻഷൻ കൊണ്ടുവന്ന അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ വീടാണിത്. അതിനപ്പുറം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നൊരു പ്രത്യേകതയുള്ളത്, ആശാസമര പോരാട്ടം നടത്തുന്ന ആളുകൾ ഇന്ന് വീടാന്തരം കയറാൻ നിലമ്പൂരിലേക്ക് എത്തുകയാണ്. ആശാസമരം മാത്രമല്ല, ഈ പറയുന്ന സ്കൂളിൽ കഞ്ഞി വെക്കുന്ന ആയമാർ, ഇവിടെ ഈ പറഞ്ഞ മദ്യമൊഴുക്കുന്നതിനെതിരെയുള്ള ജനകീയ മൂവ്മെന്റ് നടത്തുന്നവർ, ഇതൊന്നും
ഇതൊന്നും UDFന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണക്കുക എന്നതിനപ്പുറത്ത് ഈ ഗവൺമെന്റിനെതിരെയുള്ള ഗവൺമെന്റിന്റെ ദുശ്ചെയ്തികൾ, അതിന്റെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ, വിവിധ മേഖലയിലെ ആളുകൾ. ഇപ്പൊ ഒന്ന് ഞാൻ പറയാം, കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ, ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർ 2021 ശേഷം അവരുടെ ആനുകൂല്യങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടു. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന കാശ് സർക്കാരിന്റെ അക്കൗണ്ടിൽ ആവില്ല. അവരുടെ വിദ്യാഭ്യാസ ചെലവിൽ ഒന്നുമില്ല. അവരുടെ അക്കൗണ്ടിൽ 400 ചില്ലാനം കോടി രൂപ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മേഖലയിലെ ആളുകളും, ചിലർ പരസ്യമായി പ്രചരണ രംഗത്ത് വരുന്നു, ചിലർ അല്ലാതെ പ്രചരിപ്പിക്കുകയല്ല, സ്വാഭാവികമായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ്. ആശമാർക്കൊപ്പമാണ്, സമരം ചെയ്യുന്നവർക്കൊപ്പം അല്ല എന്നാണ് സ്ഥാനാർത്ഥി അല്പസമയം മുമ്പ് എം സ്വരാജ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ആശമാർ സമരം ചെയ്യുന്നത് PSC യിലെ അംഗങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ. ആശമാർ സമരം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാ? PSC അംഗങ്ങളെ ശമ്പളം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ആശമാർ സമരം ചെയ്യുന്നത്. അതിനത്രേ പറയാനുള്ളൂ.